ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് വെച്ചാൽ 85,000 രൂപയ്ക്ക് നല്ല തെറിപ്പിക്കണ ഗെയിമിങ് 4K അതുപോലെ തന്നെ സ്ട്രീമിങ്ങിനൊക്കെ പറ്റിയ റെൻഡറിങ്ങിനൊക്കെ പറ്റിയ നല്ല കിണ്ണം സെറ്റപ്പാണ്. പൈസയ്ക്ക് മുതലായ കുറച്ച് ഐറ്റംസ് വെച്ചൊക്കെ ആയിരിക്കും നമുക്കിത് പണിയാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ട പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് രണ്ട് രീതിയിൽ ബിൽഡ് ചെയ്യാതെ, ഒന്ന് AMDയും ബിൽഡ് ചെയ്യാം, ഇന്റലും ബിൽഡ് ചെയ്യാം. അവ രണ്ടും തമ്മിലുള്ള പെർഫോമൻസ് വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈസൻ ബിൽഡിലോട്ട് പോകാം. റൈസൻ ബിൽഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എപ്പോഴും യൂസ് ചെയ്യുന്ന പോലെ തന്നെ സാധാരണമായിട്ട് അത്യാവശ്യം ഫേമസ് ആയ ഒരു പ്രൊസസ്സറാണ് റൈസൻ 5 5600X എന്ന് പറയുന്ന പ്രൊസസ്സർ. ഇത് 6 കോർ 12 ത്രെഡ് പ്രൊസസ്സറാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രൊസസ്സറാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻബിൽഡ് വരുന്ന കൂളർ യൂസ് ചെയ്യുന്നേക്കാളും നമ്മൾ അഡീഷണൽ കൂളർ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ഭേദം. അതായത് ഡീപ്പ് കൂളിൻ്റെ 400 എന്ന് പറയുന്ന ഒരു എയർ കൂളറോടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പെർഫോമൻസും കിട്ടും. അങ്ങനെ ഓവറായിട്ട് കിടന്ന് തിളയ്ക്കണ കാര്യങ്ങളൊന്നും വരാൻ പോകില്ല. അപ്പോൾ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തോളും. അടുത്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലൊക്കെ വീറാമുള്ള ഒരു മദർ ബോർഡാണ്. അതായത് ഗിഗാബൈറ്റിൻ്റെ B550M ORS Elite എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. അപ്പോൾ ഇത് 10,000 രൂപയ്ക്കൊക്കെ താഴെ വരുന്ന അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ഒരു മദർ ബോർഡാണ്. ഇതിനകത്ത് 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, M.2 NVMe 2 സ്ലോട്ട് വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം Gen 4 NVMe സ്ലോട്ടാണ്. പിന്നെ വൈഫൈയും കാര്യങ്ങളൊന്നും വരുന്നില്ല. വൈഫൈക്ക് വേണ്ടി വൈഫൈ കാർഡോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു 1000 രൂപയ്ക്കകത്തൊക്കെ ഉള്ള വൈഫൈ കാർഡ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല VRAM ഉള്ളൊരു കിടിലം മദർ ബോർഡാണ്. അടുത്തതിനകത്ത് ഉപയോഗിക്കുന്ന റാം എന്ന് പറയുന്നത് നമ്മളിവിടെ RGB റാം ഒന്നും ഉപയോഗിക്കുന്നില്ല. കാര്യം ബഡ്ജറ്റിൽ ഒരുപാട് അനാവശ്യമായ കാര്യങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നോൺ RGB റാമാണ് യൂസ് ചെയ്യുന്നത്. ADATA XPG D30 എന്ന് പറയുന്ന റാമാണ്. 8 GB 2 സ്റ്റിക്ക് ഉപയോഗിക്കണം, 3200 MHz. അപ്പോൾ 2 സ്റ്റിക്ക് എന്തായാലും വേണം, മൊത്തം 16. ഭാവിയിൽ വേണമെങ്കിൽ 32 ആക്കാൻ വേണ്ടി ബാക്കി 2 സ്ലോട്ടുകളും ഉണ്ട്. അപ്പോൾ അടുത്തതിനകത്ത് സ്റ്റോറേജിന് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ആൻറ്റി സ്പോർട്സിന് ഇപ്പോൾ അത്യാവശ്യം ഓഫർ കാര്യങ്ങളൊക്കെ വന്ന് കിടക്കണം. അതുകൊണ്ട് ആൻറ്റി സ്പോർട്സിൻ്റെ 690 Neo എന്ന് പറയുന്ന ഒരു M.2 NVMe ആണ്. നമ്മൾ എന്തായാലും 500 നിർത്തുന്നില്ല. 85,000 രൂപയുടെ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം, അതായത് ഇപ്പോൾ GTA 5 കളിക്കാനും പിന്നെ അത്യാവശ്യം 4K റണ്ണിങ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 TB എന്തായാലും വേണ്ടി വരും. അതുകൊണ്ട് 1 TBയുടെ NVMe SSD ആണ് ഇവിടെ എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 250 GB NVMe എടുത്തിട്ട് 1 TBയുടെ ഹാർഡ് ഡിസ്ക് എടുക്കാം. പക്ഷേ അതിനേക്കാളും ഭേദം എന്ന് പറയുന്നത് 1 TBയുടെ ഒറ്റ NVMe SSD എടുക്കുക. അടുത്തതിനകത്ത് ഉപയോഗിക്കുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു 550 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ് ആൻടെക്കിൻ്റെ. അപ്പോൾ അടുത്തതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്ന ആൻറ്റി സ്പോർട്സിൻ്റെ 100 എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ് ആണ്. ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് 4 ഫാനൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 3 RGB ഫാനും ഒരു റെയർ ഫാനും വരുന്നുണ്ട്. സൈഡ് ടെമ്പർ ഗ്ലാസ് ഒക്കെ ഉള്ള അത്യാവശ്യം ഒരു എയർ ഫ്ലോ ഒക്കെ ഉള്ള നല്ലൊരു ക്യാബിനറ്റാണ്. ഇനി പ്രധാനമായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ RTXൻ്റെ 3060 ഗ്രാഫിക്സ് കാർഡാണ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. 12 GB ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഏകദേശം 32,000 അല്ലെങ്കിൽ 30,000 റേഞ്ചിലൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വിലക്കൊക്കെ മേടിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഗ്രാഫിക്സ് കാർഡാണ്. നമുക്ക് 4K റെൻഡർ ചെയ്യാം, അതുപോലെ തന്നെ ഗെയിം ചെയ്യാനും സ്ട്രീം ചെയ്യാനും അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ അല്ല തെറിപ്പിക്കുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ്. അപ്പം എന്തായാലും ഇതിൻ്റെ ആവശ്യമുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന മോണിറ്റർ എന്ന് പറയുന്നത് ഇപ്പം മോണിറ്ററുകളൊക്കെ നല്ല ഓഫറിലൊക്കെ വന്ന് കിടപ്പുണ്ട്. അതായത് നമ്മളെ Acerൻ്റെ 24 ഇഞ്ചിൻ്റെ മോണിറ്ററാണ്. ഇതൊരു VA പാനൽ മോണിറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് 165 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കിടിലം മോണിറ്ററാണ്. 24 ഇഞ്ചിൻ്റെ മോണിറ്റർ 165 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ വരുന്ന ഒരു മോണിറ്റർ നമുക്ക് ഏകദേശം 9,000 സംതിങ്ങിന് കിട്ടുകയാണ്. നല്ല തിളയ്ക്കണ ഓഫറാണ്. അപ്പോൾ ഇതാരും കളയാതെ വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാൻ നല്ലൊരു കാര്യം. അതല്ലെങ്കിൽ മോണിറ്ററിന് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് IPS പാനൽ വരുന്ന വ്യൂസോണിക്കിൻ്റെ ഒരു മോണിറ്ററാണ്. ഇത് നല്ല കിടിലം ഒരു മോണിറ്ററാണ്. കാര്യം ഈ ഒരു വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു 13 സംതിങ്ങിനൊക്കെ കിട്ടുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോണിറ്ററിന് അത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ടിൽറ്റ് ചെയ്യാം. IPS പാനലാണ്, 144 Hz റീഫ്രഷ് റേറ്റും ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു കിടിലം മോണിറ്ററാണ്. അപ്പോൾ ഇത് ഏകദേശം 13 സംതിങ്ങിന് ഓഫർ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കുന്നെങ്കിലും ഇത് നല്ലൊരു ഓപ്ഷനാണ്. സോ അടുത്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന കീബോർഡ് മൗസ് എന്ന് പറഞ്ഞാൽ EvoFoxൻ്റെ ഒരു മൗസാണ്. അപ്പോൾ മൗസും കീബോർഡൊക്കെ നിങ്ങളെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ലൊരു മൗസാണ്. ഇതിനകത്ത് പ്രോഗ്രാമർ ബട്ടൺസ് വരുന്നുണ്ട്. അതായത് ഗെയിമിങ്ങിന് വേണ്ടി സൈഡിൽ ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വയേർഡ് മൗസാണ്, നല്ല റെസ്പോൺസ് റേറ്റ് ഒക്കെ ഉള്ളൊരു മൗസാണ്. കീബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്മിക് ബൈറ്റിൻ്റെ ഒരു കീബോർഡാണ്. ഇതിനകത്ത് RGB എഫക്ട്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി അടുത്തത് ഇന്റൽ ബിൽഡ് എങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല. ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചേക്കുന്ന സെയിം ഐറ്റംസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സറും അതുപോലെ തന്നെ മദർ ബോർഡും വേറെ ആയിരിക്കും. അതായത് ഇന്റലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റലിലെ i5 1200F പ്രോസസ്സർ 6 കോർ 12 ത്രെഡ് പ്രൊസസ്സർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് കൂൾ ചെയ്യാൻ വേണ്ടി നേരത്തെ ഉപയോഗിച്ച കണക്ക് തന്നെ ഡീപ്പ് കൂളിൻ്റെ എയർ കൂളർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റലിൻ്റെ സ്റ്റോക്ക് കൂളർ യൂസ് ചെയ്യാം. വലിയ ഇഷ്യൂസ് ഒന്നും വരാൻ പോകുന്നില്ല. ഇന്റൽ അങ്ങനെ ഒരുപാട് കടന്ന് തിളയ്ക്കുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ B660 DS3H-AX എന്ന് പറയുന്ന ഇൻബിൽഡ് വൈഫൈ ഒക്കെ വരുന്ന നല്ല യമണ്ടം മദർ ബോർഡാണ്. ഇതിനകത്ത് 4 RAM സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ 2 M.2 NVMe സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. RGB ഫ്യൂഷൻ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പല കളറിലൊക്കെ ഫാൻ കത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചറുകളും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ കോമ്പോണൻസും മറ്റെല്ലാം എന്തെങ്കിലും ഉപയോഗിച്ചോ സെയിം ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പെർഫോമൻസ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിങ്ങിൽ രണ്ടും ഒപ്പത്തിനൊപ്പമൊക്കെ ആയിരിക്കും. ചിലതിൽ റൈസൺ ഡിപ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഗെയിമുകളാണെന്നുണ്ടെങ്കിൽ റൈസൺ കുറച്ച് FPS കൂടുതലായിരിക്കും. ഇൻറ്റൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റലിന് കുറച്ച് FPS കൂടുതലായിരിക്കും. രണ്ടും കട്ടയ്ക്കാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ റെൻഡറിങ് പ്രോസസ്സറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രീമിയർ പ്രോ അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3ds Maxോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റൽ സാറ് കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നതായിരിക്കും. ഒരു അല്പം വേറെ പ്രത്യേകതകളൊന്നുമില്ല. അപ്പോൾ രണ്ടും കട്ടയ്ക്കുള്ള ഇതാണ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഒരു 85,000 രൂപയുടെ സെറ്റപ്പിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല കിടിലം ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഒരു ചോയ്സ് ആണ്. സ്വന്തം ഇഷ്ടത്തിനൊക്കെ നോക്കിയെടുക്കുക ഇതിലേത് വേണമെന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ 85,000 രൂപയ്ക്ക് നല്ല തെറിപ്പിക്കണ നല്ല കിടിലം ഗെയിമിങ് സ്ട്രീമിംഗ് ഒക്കെ പറ്റിയ ഒരു സെറ്റപ്പ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും